Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് digestive systemത്തിലെ കുറച്ച് repeated questions നോക്കാം. First question, what code would you use to report a rigid proctosigmoidoscopy with removal of 2 polyps by snare technique? ഇവിടെ പേഷ്യൻ്റ് ഒരു proctosigmoidoscopy ആണ് അണ്ടർഗോ ചെയ്യുന്നത്. Along with that 2 polyps റിമൂവലും ഉണ്ട്. And the technique used is snare technique. So ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 45320 which is proctosigmoidoscopy rigid with ablation of tumors, polyps or other lesions not amenable to removal by hot biopsy forceps, bipolar cautery or snare technique. Example laser. ഈ ഒരു കോഡിൽ പറയുന്നത് അബ്ലേഷൻ ആണ്, അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ട്യൂമർ, പോളിപ്പ് ആൻഡ് അതർ ലീഷൻ ഒക്കെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് റിമൂവൽ ഓഫ് 2 പോളിപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഓപ്ഷൻ ബി നോക്കുക, 45388. അപ്പോൾ 45388 എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി ഫ്ലെക്സിബിൾ വിത്ത് അബ്ലേഷൻ ഓഫ് ട്യൂമേഴ്സ്, പോളിപ്സ് ഓർ അതർ ലീഷൻസ് ആണ്. അതായത് ഇത് കൊളോണോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന കോഡാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ proctosigmoidoscopy ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ സി നോക്കുമ്പോൾ 45309 ആണ്. അപ്പോൾ 45309 is proctosigmoidoscopy rigid with the removal of single tumor, polyp or other lesion by snare technique ആണ്. അതായത് സിംഗിൾ ട്യൂമറിൻ്റെയും പോളിപ്പിൻ്റെയൊക്കെ റിമൂവൽ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സിയിൽ നമുക്ക് കാണാൻ പറ്റും *2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു സിംഗിൾ ട്യൂമറും പോളിപ്പൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ *2 കൊടുക്കുമ്പോൾ അത് ഓക്കെ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പോളിപ്സിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു സെക്ഷൻ ഓഫ് കോഡുകളുടെ കൂടെയൊന്നും മൾട്ടിപ്ലിക്കേഷൻ അലൗഡ് അല്ല. പിന്നെ നമുക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി 45315. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി നോക്കുക. ദാറ്റ് ഈസ് proctosigmoidoscopy rigid with removal of multiple tumors, polyps or other lesions by hot biopsy forceps, bipolar cautery or snare technique. നമുക്ക് ഓൾറെഡി ഈ ഒരു മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോളിപ്സ് ഒക്കെ ഉള്ള കേസുകളിൽ, അതായത് പോളിപ്സ് ഒന്നിൽ കൂടുതൽ പോളിപ്പ് റിമൂവലൊക്കെ ഉള്ളതിന് ഒരു സെപ്പറേറ്റ് കോഡ് തന്നെയുണ്ട്. അപ്പം നമുക്ക് അത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 45315. So the next question is, Jim presents to Dr. Martin's office with severe abdominal pain. Dr. Martin has not made a definite diagnosis. He schedules Jim for diagnostic laparoscopy that same afternoon. Dr. Martin begins the operation with the diagnostic laparoscopy. He notices Jim has a vermiform appendix. Dr. Martin removes the appendix laparoscopically. The final diagnosis is appendicitis. What codes capture the services? ഇവിടെ ജിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഡോക്ടർ മാർട്ടിൻ്റെ ഓഫീസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. വരുമ്പോൾ ജിമ്മിന് സിവിയർ അബ്ഡമിനൽ പെയിൻ ആണുള്ളത്. പിന്നെ ഡോക്ടർ ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിസ് ഇത് എന്താണ് എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ദെൻ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഷെഡ്യൂൾ ചെയ്യാണ് സെയിം ആഫ്റ്റർനൂൺ തന്നെ. ദാറ്റ് ഡേ തന്നെ ആഫ്റ്റർനൂണിലേക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻ ബിറ്റ്വീൻ ആണ് കാണുന്നത് വേർമിഫോം അപ്പൻഡിക്സ് ആണ് പേഷ്യൻറ്റിനുള്ളത്, അതായത് അപ്പൻഡിസൈറ്റിസ് ഉണ്ട് പേഷ്യൻറ്റിന്. സോ അപ്പൻഡിക്സിൻ്റെ റിമൂവൽ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാണ്. അതായത് ഇവിടെ എന്താണ് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു സർജിക്കൽ ലാപ്രോസ്കോപ്പി ആയിട്ട് മാറുകയാണ്. ഒരു സർജിക്കൽ പ്രൊസീജിയർ അവിടെ ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി അപ്പൻഡിസൈറ്റിസ് ആണ് ഡയഗ്നോസിസും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ICD കോഡുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ കോഡ് ഡയറക്റ്റ്ലി നോക്കിയിട്ട് നമുക്ക് കോഡ് എടുക്കാൻ പറ്റും. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നോക്കുമ്പോഴും ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അത് സർജിക്കൽ ലാപ്രോസ്കോപ്പി ആയി മാറുന്നുണ്ട്. സോ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ എ സർജിക്കൽ ലാപ്രോസ്കോപ്പി. അപ്പം നമുക്കിവിടെ ഒരൊറ്റ കോഡ് മാത്രം മതി, സർജിക്കൽ ലാപ്രോസ്കോപ്പി മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. സോ അപ്പോൾ അതിൽ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലും ഡിയിലും നമുക്ക് 2 കോഡുകൾ കാണാം. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് ഒരൊറ്റ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ കോഡിൻ്റെ ആവശ്യമേ ഉള്ളൂ
ടു ഷോ ദാറ്റ് സർജിക്കൽ ലാപ്രോസ്കോപ്പി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് 49320 വിച്ച് ഇസ് ലാപ്രോസ്കോപ്പി അബ്ഡമൻ പെരിട്ടോണിയം ആൻഡ് ഒമെൻറ്റം ഡയഗ്നോസ്റ്റിക് with or without collection of specimens by brushing or washing separate procedure. അതായത് ഇതൊരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയുടെ പ്രൊസീജിയർ കോഡാണ് ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ സി ഈസ് 44970 ദാറ്റ് ഇസ് ലാപ്രോസ്കോപ്പി സർജിക്കൽ അപ്പൻഡക്ടമി. അതായത് സർജിക്കലി ലാപ്രോസ്കോപ്പിക്കലി ആയിട്ട് അപ്പൻഡിക്സ് റിമൂവൽ ചെയ്യുന്നതാണ് 44970 എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 44970. നമുക്ക് എന്താണ് സർജിക്കൽ ലാപ്രോസ്കോപ്പി മാത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. So remember that whenever a diagnostic endoscopy and surgical endoscopy takes place in the same session, same operative session, we only have to code for the surgical endoscopy because diagnostic endoscopy is always included or bundled in the surgical endoscopy. അപ്പോൾ laparoscopy എന്ന് പറയുന്നത് a type of endoscopic procedure ആണ്. Next question, a 13-year-old child has his tonsils and adenoids removed due to acute tonsillitis and chronic tonsillitis and adenoiditis. ഇവിടെ 13-year-old ആയിട്ടുള്ള ചൈൽഡിൻ്റെ ടോൺസിൽസും അഡിനോയിഡ്സും റിമൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് അക്യൂട്ട് ആൻഡ് ക്രോണിക് ടോൺസിലൈറ്റിസും അഡിനോയിഡൈറ്റിസും ഒക്കെ പേഷ്യൻറ്റിന് ഉണ്ടായിരുന്നു. സോ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റിമൂവലാണ്, ടോൺസിൽസിൻ്റെയും അഡിനോയിഡ്സിൻ്റെയും റിമൂവൽ ആൻഡ് ദ ഏജ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിമൂവൽ ഓഫ് ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ടോൺസിലെക്ടമി ആൻഡ് അഡിനോയിഡക്ടമി ഒരുമിച്ചിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുക. ഇനി ചില കേസുകളിൽ ടോൺസിൽസ് മാത്രം റിമൂവ് ചെയ്തു, അതായത് ടോൺസിലെക്ടമി മാത്രം ചെയ്തു അല്ലെങ്കിൽ അഡിനോയിഡക്ടമി മാത്രം ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡിഫറെൻറ്റ് കോഡുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 42820 എന്ന് പറയുന്നത് ടോൺസിലെക്ടമി ആൻഡ് അഡിനോയിഡക്ടമി യങ്ങർ ദാൻ ഏജ് 12 ആണ്. പിന്നെ 42821 എന്ന് പറയുന്നത് ഏജ് 12 ഓർ ഓവർ ആണ്. സോ ഈ കോഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോൺസിലെക്ടമിയും അഡിനോയിഡക്ടമിയും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് കോഡ് എന്ന് പറയുന്നത് 42825 ആണ്. ടോൺസിലെക്ടമി പ്രൈമറി ഓർ സെക്കൻഡറി യങ്ങർ ദാൻ ഏജ് 12 ആൻഡ് 42826 എന്ന് പറയുന്നത് ഏജ് 12 ഓർ ഓവർ ആണ്. അതായത് ഇവിടെ ടോൺസിലെക്ടമി മാത്രമാണെങ്കിൽ അത് പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും നമ്മൾ ഏജ് മാത്രം യങ്ങർ ദാൻ 12 ആണോ എബവ് 12 ആണോ നോക്കിയിട്ട് നമുക്ക് കോഡുകൾ ഡിഫറെൻ്റ് ആവുന്നതാണ്. പക്ഷേ അഡിനോയിഡക്ടമിയുടെ കേസിൽ 42830, 831, 835, 836 നോക്കുകയാണെങ്കിൽ കാണാം 830 അഡിനോയിഡക്ടമി പ്രൈമറി യങ്ങർ ദാൻ ഏജ് 12, 831 ഏജ് 12 ഓർ ഓവർ. അപ്പോൾ അഡിനോയിഡക്ടമിയുടെ കേസിൽ പ്രൈമറി ആണെങ്കിൽ ഒരു കോഡും സെക്കൻഡറി ആണെങ്കിൽ 42835 നോക്കിയാൽ കാണാം അഡിനോയിഡക്ടമി സെക്കൻഡറി ആണ്. അപ്പം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അഡിനോയിഡക്ടമി മാത്രം ചെയ്യുമ്പോൾ നമ്മളത് നോക്കുക. പക്ഷെ ടോൺസിലെക്ടമിയുടെ കേസിൽ പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും നമുക്ക് സെയിം കോഡ് തന്നെയാണ്. ഓക്കെ, ഇനി ടോൺസിലെക്ടമിയും അഡിനോയിഡക്ടമിയും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഏജ് മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 13 years old ആണ് ടോൺസിലെക്ടമിയും അഡിനോയിഡ്. ഓപ്ഷൻ ഡിയിലും സെയിം കോഡ് തന്നെയാണ് 42821, പക്ഷെ അവിടെ ഒരു മോഡിഫയർ 50 അപ്പൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മോഡിഫയർ 50 എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ പ്രൊസീജിയറാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടോൺസിലെക്ടമി ആൻഡ് അഡിനോയിഡക്ടമിക്ക് സെയിം കോഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് മോഡിഫയർ അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. The next question, the patient was taken to the operating room for a repair of a strangulated inguinal hernia. This hernia was previously repaired 4 months ago. ഇവിടെ പേഷ്യൻ്റ് വരുന്നത് റിപ്പയർ ഓഫ് സ്ട്രാങ്കുലേറ്റഡ് ഇൻഗ്വീനൽ ഹെർണിയ ആണ്. ഇത് ഓൾറെഡി ഒരു 4 months മുന്നേ ആയിട്ട് ഇത് ഒന്ന് റിപ്പയർ ചെയ്തതായിരുന്നു. സോ ഫ്രം ദാറ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം ഹെർണിയ എന്ന് പറയുന്നത് ഇനീഷ്യൽ അല്ല, ഈ ഒരു പേഷ്യൻറ്റിന് ഓൾറെഡി 4 months മുന്നേ വന്നതാണ്, ഇപ്പോൾ പിന്നെയും വരികയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റെക്കറൻറ്റ് ഹെർണിയാണ്. അപ്പോൾ നമ്മൾ ഹെർണിയയ്ക്ക് കോഡ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ഹെർണിയ നോക്കുക,
ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻഗ്യൂനൽ ഹെർണിയ എന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ്ലി നമ്മൾ നോക്കേണ്ടത് ഇനീഷ്യൽ ആണോ റെക്കറൻ്റ് ആണോ നോക്കണം. അപ്പോൾ ഇവിടെ 4 months മുന്നേ ഓൾറെഡി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കേസിൽ ഇനീഷ്യൽ അല്ല, റെക്കറൻ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് റെഡ്യൂസിബിൾ ആണോ, ഇൻകാർസറേറ്റഡ് ഓർ സ്ട്രാങ്കുലേറ്റഡ് ആണോ നോക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് സ്ട്രാങ്കുലേറ്റഡ് ആണെന്നുള്ളത്. ഇനി ഈ ഒരു ഇൻഗ്യൂനൽ ഹെർണിയയുടെ കേസിൽ ഇനീഷ്യൽ ഇൻഗ്യൂനൽ ഹെർണിയ ഉണ്ട്, റെക്കറൻ്റ് ഇൻഗ്യൂനൽ ഹെർണിയ ഉണ്ട്. ഇനീഷ്യൽ ഇൻഗ്യൂനൽ ഹെർണിയ ആണെങ്കിൽ നമുക്ക് ഏജ് നോക്കിയിട്ട് വേണം കോഡുകൾ ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ റെക്കറൻ്റ് ഇൻഗ്യൂനൽ ഹെർണിയ ആണെങ്കിൽ നമുക്ക് ഏത് ഏജ് ആണെങ്കിലും ജസ്റ്റ് റെഡ്യൂസിബിൾ ആണോ അതോ ഇൻകാർസറേറ്റഡ് ഓർ സ്ട്രാങ്കുലേറ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 49521, ദാറ്റ് ഇസ് റിപ്പയർ റെക്കറൻ്റ് ഇൻഗ്യൂനൽ ഹെർണിയ എനി ഏജ് ഇൻകാർസറേറ്റഡ് ഓർ സ്ട്രാങ്കുലേറ്റഡ്. സോ ഡയറക്റ്റ്ലി നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുക. 49520, ദാറ്റ് ഇസ് റിപ്പയർ റെക്കറൻ്റ് ഇൻഗ്യൂനൽ ഹെർണിയ എനി ഏജ് റെഡ്യൂസിബിൾ. പക്ഷെ നമുക്ക് സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ ആണ് വേണ്ടത്. ഓപ്ഷൻ സി 49492, ദാറ്റ് ഇസ് റിപ്പയർ ഇനീഷ്യൽ ഇൻഗ്യൂനൽ ഹെർണിയ പ്രീ ടേം ഇൻഫൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകാർസറേറ്റഡ് ഓർ സ്ട്രാങ്കുലേറ്റഡ് ആണ്. അത് ഇനീഷ്യൽ ഇൻഗ്യൂനൽ ഹെർണിയ ആണ്. ഇനി ഓപ്ഷൻ ഡി 49521 എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു മോഡിഫയർ 78 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. 78 മോഡിഫയർ എന്ന് പറയുന്നത് അൺപ്ലാൻഡ് റിട്ടേൺ ടു ദി ഓപ്പറേറ്റിംഗ് ഓർ പ്രൊസീജിയർ റൂം ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ following initial procedure for a related procedure during the post operative period ആണ്. ഇവിടെ പേഷ്യൻറ്റിന് 4 months മുന്നേ ആയിരുന്നു ഒരു ഓൾറെഡി ഒരു റിപ്പയർ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹെർണിയ റിപ്പയർ എന്ന് പറയുന്നത് ഒരു മേജർ പ്രൊസീജിയർ ആണെങ്കിൽ പോലും 90 days ആണ് ഒരു ഗ്ലോബൽ പാക്കേജ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 months ആയതുകൊണ്ട് തന്നെ ഈ ഒരു 90 days എന്ന് പറയുന്നത് 3 months ആണ്. അപ്പോൾ അതും കഴിഞ്ഞ് പോയിട്ടുണ്ട്. സോ നമുക്ക് 78 മോഡിഫയർ അപ്പൻഡ് ചെയ്യാൻ പറ്റില്ല. So the answer will be option A 49521. The next question, the physician is using an abdominal approach to perform a proctopexy combined with a sigmoid resection. The patient was diagnosed with colon cancer. Primary site is sigmoid flexure of the colon. ഇവിടെ പേഷ്യൻ്റ് അണ്ടർഗോ ചെയ്യുന്നത് പ്രോക്ടോപെക്സി കമ്പൈൻഡ് വിത്ത് എ സിഗ്മോയിഡ് റിസെക്ഷൻ ആണ്. അതായത് പ്രോക്ടോ മീൻസ് ഏനസ് ആൻഡ് റെക്റ്റത്തിൻ്റെ, ഓപെക്സി മീൻസ് സർജിക്കൽ ഫിക്സേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. അലോങ് വിത്ത് സിഗ്മോയിഡ് റിസെക്ഷൻ, സിഗ്മോയിഡിൻ്റെ ഒരു പോർഷന് റിസെക്റ്റ് ചെയ്യുകയാണ്. സോ ഫോർ ദിസ് യൂസ് ചെയ്യുന്നത് ഒരു അബ്ഡോമിനൽ അപ്രോച്ചാണ്. സോ ഇതെങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ലൈനിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കോളൻ ക്യാൻസറും സിഗ്മോയിഡ് ഫ്ലെക്ചറാണ് പ്രൈമറി സൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ICD കോഡ് എടുക്കുന്ന ടൈമിൽ മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് 45540, that is proctopexy, example for prolapse abdominal approach. Option B 45541, which is proctopexy perineal approach. Option proctopexy with sigmoid resection abdominal approach. So our answer is option C 45550. നമ്മുടെ ക്വസ്റ്റ്യനിലും എന്താണ് പ്രോക്ടോപെക്സി ആണ്, കമ്പൈൻഡ് വിത്ത് സിഗ്മോയിഡ് റിസെക്ഷനും ചെയ്തിട്ടുണ്ട്, ത്രൂ അബ്ഡോമിനൽ അപ്രോച്ച് ആണ്. Question, the patient is brought back to the operating room during the post-operative period by the same physician to repair an esophagogastrostomy leak, transthoracic approach, done 2 days ago. The patient is status post-esophagectomy for cancer. Got the procedure. ഇവിടെ പേഷ്യൻ്റ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നോക്കുന്നതും അല്ലെങ്കിൽ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നതും സെയിം ഫിസിഷ്യൻ തന്നെയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് റിപ്പയർ ഓഫ് ആൻ ഈസോഫാഗോഗാസ്ട്രോസ്റ്റോമി ലീക്കിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പേഷ്യൻ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഈസോഫാഗെക്ടമി പ്രൊസീജിയർ കഴിഞ്ഞ ഒരാളാണ്. സോ അയാൾക്ക് ഈസോഫാഗോഗാസ്ട്രോസ്റ്റോമി ലീക്കിൻ്റെ റിപ്പയർ, ദാറ്റ് ഇസ് ത്രൂ ട്രാൻസ്തൊറാസിക് അപ്രോച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ്. സോ
ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലാണ് പേഷ്യൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് തിരിച്ച്, അതായത് പ്രൈമറി പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് ആദ്യം ചെയ്ത പ്രൊസീജിയറിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു മോഡിഫയർ കൊടുക്കേണ്ടതാണ്. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഓപ്ഷൻ എ, ബി ആൻഡ് ഡിയിൽ മോഡിഫൈ 78 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡിഫൈ 78 എന്ന് പറയുന്നത് എന്താണ്? അൺപ്ലാൻഡ് റിട്ടേൺ ടു ദി ഓപ്പറേറ്റിംഗ് ഓർ പ്രൊസീജിയർ റൂം ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഫോളോയിങ് ഇനീഷ്യൽ പ്രൊസീജിയർ ഫോർ എ റിലേറ്റഡ് പ്രൊസീജിയർ ഡ്യൂറിങ് ദി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്. അതായത് ഒരു ഇനീഷ്യലായിട്ട് പെർഫോം ചെയ്ത പ്രൊസീജിയറായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നീട് അൺപ്ലാൻഡ് ആയിട്ട് ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ തന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ റിട്ടേൺ ചെയ്യുന്നതാണ് മോഡിഫയർ 78 എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് സിനാരിയോ. പേഷ്യൻറ്റിന് ആദ്യം ഒരു ഈസോഫാഗെക്ടമി പ്രൊസീജിയറാണ് പെർഫോം ചെയ്തത്. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി ലീക്ക് ഒരു കോംപ്ലിക്കേഷൻ കാണുന്നത്. അതിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് ഈ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോഡിഫയർ 78 അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിൽ മാത്രം മോഡിഫയർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സി എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇല്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷനും കൂടി ചെക്ക് ചെയ്തിട്ട് എലിമിനേഷനിലേക്ക് പോയാൽ മതി. ഇനി ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ 43320, ദാറ്റ് ഈസ് ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി വിത്ത് ഓർ വിത്തൗട്ട് വേഗോട്ടോമി ആൻഡ് പൈലോറോപ്ലാസ്റ്റി ട്രാൻസ് അബ്ഡമിനൽ ഓർ ട്രാൻസ് തൊറാസിക് അപ്രോച്ചാണ്. ഈ ഒരു ഓപ്ഷനിൽ ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി തന്നെയാണ്, ട്രാൻസ് തൊറാസിക് അപ്രോച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബിയിൽ 43340 എന്ന് പറയുന്നത് ഈസോഫാഗോ ജെജിനോസ്റ്റോമി അബ്ഡമിനൽ അപ്രോച്ചാണ്. ഈസോഫാഗോ ജെജിനോസ്റ്റോമിയാണ്. സോ നമുക്ക് ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി ലീക്കാണ് ഇവിടെ റിപ്പയർ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി ഈസ് 43341, ദാറ്റ് ഈസ് ഈസോഫാഗോ ജെജിനോസ്റ്റോമി തൊറാസിക് അപ്രോച്ചാണ്. അവിടെ മോഡിഫയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 43415 ആണ്. ദാറ്റ് ഈസ് ഫ്യൂച്ചർ ഓഫ് ഈസോഫാജിയൽ വൂണ്ട് ഓർ ഇഞ്ചുറി ട്രാൻസ് തൊറാസിക് ഓർ ട്രാൻസ് അബ്ഡമിനൽ അപ്രോച്ചാണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്യൂച്ചറിങ് ഓഫ് ഈസോഫാഗോ അല്ലെങ്കിൽ ഈസോഫാജിയൽ വൂണ്ട് ഓർ ഇഞ്ചുറിയുടെ കേസാണ് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? റിപ്പയർ ഓഫ് ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി ലീക്കാണ്. അതായത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? റിപ്പയർ ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ എയിൽ ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് റിപ്പയറിൻ്റെ കോഡല്ല. അവിടെ ഓട്ടമി അല്ലെങ്കിൽ ഓസ്റ്റമി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈസോഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി ട്രാൻസ് തൊറാസിക് അപ്രോച്ച് വഴി ചെയ്തു എന്നാണ് 43320 പറയുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? ഓൾറെഡി ഒരു ഓപ്പറേഷൻ, അതായത് ഒരു പ്രൊസീജിയറിൻ്റെ ആഫ്റ്ററായിട്ട് ഒരു കോംപ്ലിക്കേഷനായിട്ട് ഒരു ലീക്ക് വരികയാണ്, അതിൻ്റെ റിപ്പയർ ആണ്. അപ്പോൾ റിപ്പയർ എന്ന് പറയുന്നത് സ്യൂച്ചറിങ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 43415, ദാറ്റ് ഇസ് ഫ്യൂച്ചർ ഓഫ് ഈസോഫാജിയൽ വൂണ്ട് ഓർ ഇഞ്ചുറി ട്രാൻസ് തൊറാസിക് ഓർ അബ്ഡമിനൽ അപ്രോച്ചാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രാൻസ് തൊറാസിക് അപ്രോച്ചാണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാം. പിന്നെ ഇതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ മോഡിഫയർ 78 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. So the next question, what CPT code would you use if the physician performs a pyloroplasty and vagotomy in the same surgical session? ഇവിടെ ഒരു സർജൻ പൈലോറസിൽ ഓപ്ലാസ്റ്റി, ദാറ്റ് ഇസ് സർജിക്കൽ റിപ്പയറും അതുപോലെ തന്നെ വേഗോട്ടോമിയാണ്, വേഗസ് നെർവിൽ ഒരു എൻസിഷൻ ഇടുകയാണ് ചെയ്തിട്ടുള്ളത് സെയിം സർജിക്കൽ സെഷനിൽ തന്നെ. ഇതെങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ പൈലോറസ് എന്ന് പറയുന്നത് ദ ഓപ്പണിംഗ് ഫ്രം സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനാണ്. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡിനത്തിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നമ്മൾ പൈലോറസ് ഏരിയ. അവിടെയാണ് നമുക്കൊരു പൈലോറിക് സ്പിങ്ചർ ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഏരിയനെയാണ് പൈലോറസ് എന്ന് പറയുന്നത്. ഇനി വേഗസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നെർവാണ്, 10th ക്രേനിയൽ നെർവാണ്. ഇത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് കണക്ഷൻ വരുന്നത്.
ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 43865 റിവിഷൻ ഓഫ് ഗ്യാസ്ട്രോജെജുനൽ അനാസ്റ്റമോസിസ് വിത്ത് റീകൺസ്ട്രക്ഷൻ വിത്തൗട്ട് പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി ഓർ ഇൻറ്റസ്റ്റൈൻ റിസെക്ഷൻ വിത്ത് വേഗോട്ടോമി ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ബിയിൽ വരുന്നത് 5 സീരീസിൽ വരുന്ന കോഡാണ്. അതായത് യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഡാണ്. നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. എന്നാലും 50400 എന്ന് പറയുന്നത് പൈലോപ്ലാസ്റ്റി ആണ്. പ്ലാസ്റ്റിക് ഓപ്പറേഷൻ ഓൺ റീനൽ പെൽവിസ് വിത്തൗട്ട് പ്ലാസ്റ്റിക് ഓപ്പറേഷൻ ഓൺ യൂറേറ്റർ, നെഫ്രോപെക്സി, നെഫ്രോസ്റ്റോമി, പൈലോസ്റ്റോമി ഓർ യൂറീറ്ററൽ സ്പ്ലിൻറ്റിംഗ് സിമ്പിൾ പ്രൊസീജിയർ ആണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി 43635 എന്ന് പറയുന്നത് വേഗോട്ടോമി വെൻ പെർഫോംഡ് വിത്ത് പാർഷ്യൽ ഡിസ്റ്റൽ ഗ്യാസ്ട്രക്ടമി ആണ്. പക്ഷേ ഈ കോഡ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. സോ നമുക്കിതിനെ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് അലോൺ കോഡായിട്ട് കോഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ഓൺ കോഡ് എപ്പോഴും നമുക്ക് സെക്കൻഡറി കോഡായിട്ട് ഒരു പ്രൈമറി കോഡിൻ്റെ കൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കാം. സോ നെക്സ്റ്റ് ഓപ്ഷൻ ഡി 43640 ദാറ്റ് ഇസ് വേഗോട്ടോമി ഇൻക്ലൂഡിങ് പൈലോറോപ്ലാസ്റ്റി വിത്തൗട്ട് ഗ്യാസ്ട്രോസ്റ്റോമി, ട്രങ്കൽ ഓർ സെലക്റ്റീവ് ആണ്. നമുക്ക് ഓപ്ഷൻ ബിയും സിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ്. പിന്നെ എയും ഡിയും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് വേഗോട്ടോമി ആൻഡ് പൈലോറോപ്ലാസ്റ്റി പെർഫോം ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ഡി 43640 സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ ടെൻഷൻ ആവാതെ ഇതിൻ്റെ ഓപ്ഷൻസ് ആദ്യം നോക്കുക. ഓക്കെ, അതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇതിലെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നോർമൽ എൻഡോസ്കോപ്പി ആണ് പെർഫോം ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ദ വീഡിയോ തെറാപ്യൂട്ടിക് എൻഡോസ്കോപ്പ് വാസ് പാസ്ഡ് വിത്തൗട്ട് ഡിഫിക്കൽട്ടി. അതായത് ഇവിടെ എൻഡോസ്കോപ്പി ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 45378 എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി ഫ്ലെക്സിബിൾ ഡയഗ്നോസ്റ്റിക് ഇൻക്ലൂഡിങ് കളക്ഷൻ ഓഫ് സ്പെസിമെൻ ബൈ ബ്രഷിംഗ് ഓർ വാഷിംഗ് വെൻ പെർഫോംഡ് ആണ്. ഇവിടെ കൊളോണോസ്കോപ്പിക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻ ബി that is esophagogastroduodenoscopy flexible transoral diagnostic including collection of specimens by brushing or washing when performed ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈസോഫാഗോഗാസ്ട്രോഡിയോഡിനോസ്കോപ്പി ആണ്. അതായത് ഈസോഫാഗസും സ്റ്റൊമക്കും ഡിയോഡിനവും കൂടി എക്സാമിൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ സി 49320 that is laparoscopy abdomen peritoneum and omentum diagnostic without collection of specimens by brushing or washing separate procedure. In option D 43255 that is esophagogastroduodenoscopy flexible transoral with control of bleeding any method. ഇതൊരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ബാക്കി ഓപ്ഷൻ എ ബി സി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി പ്രൊസീജിയർ ആണ്. ഓപ്ഷൻ ഡി മാത്രം നമുക്ക് സർജിക്കൽ എൻഡോസ്കോപ്പി ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ഈസോഫാഗോഗാസ്ട്രോഡിയോഡിനോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഡയഗ്നോസ്റ്റിക്കും സർജിക്കലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, ഈ മൂന്നെണ്ണമാണ് മെയിൻലി പറഞ്ഞിട്ടുള്ളത്. So the procedure is the gastroesophageal junction was seen at 40 cm. Inspection of the esophagus revealed no erythema, ulceration, varices or other mucosal abnormalities. The stomach was entered and the endoscope advanced to the second duodenum. അതായത് ഇവിടെ esophagus, stomach, duodenum. Then inspection of the second duodenum, first duodenum, duodenal bulb and pylorus revealed no abnormalities. Retroflexion revealed no lesion along the curvature. Inspection of the antrum, body and fundus of the stomach revealed no abnormalities. The patient tolerated the procedure well. ഇവിടെ എൻഡോസ്കോപ്പി വീഡിയോ അസിസ്റ്റഡ് ഒരു ഡിവൈസ് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് പേഷ്യൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഈസോഫാഗസ്
പാസ് ചെയ്ത് സ്റ്റൊമക്ക് പാസ് ചെയ്ത് ഡിയോഡിനത്തിലൊക്കെ പോയി എക്സാമിൻ ചെയ്തു. അബ്നോമാലിറ്റീസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് പെർഫോം ചെയ്തിട്ടുള്ളത്? പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി ആണ് ഇവിടെ പെർഫോം ചെയ്തത്, വിച്ച് ഇസ് എ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്തതാണ്. So the answer is option B, 43235, esophagogastroduodenoscopy, flexible transoral diagnostic, including collection of specimens by brushing or washing when performed ആണ്. Okay, and it is a separate procedure. That means ഇത് ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ കൂടെ, ഒരു സർജിക്കൽ എൻഡോസ്കോപ്പിയുടെ കൂടെയാണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഇസ് ഓൾറെഡി ബണ്ടിൽഡ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Next question, Garrett is diagnosed with ulcerative colitis. He is referred to a surgeon, Dr. Brown. He performs a continent ileostomy as treatment. What codes capture the service? ഇവിടെ ഗാരറ്റ് എന്ന് പറയുന്ന പേഷ്യൻറ്റിന് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ളത്. സോ ഇയാളെ ഒരു സർജൻ ഡോക്ടർ ബ്രൗണിന് റെഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ഡോക്ടർ ബ്രൗൺ ഒരു കോണ്ടിനെൻ്റ് ഇലിയോസ്റ്റോമി ആണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് കോണ്ടിനെൻ്റ് ഇലിയോസ്റ്റോമിക്കുള്ള കോഡുകൾ നോക്കാം. ഓപ്ഷൻ എ 44316, ദാറ്റ് ഈസ് കോണ്ടിനെൻ്റ് ഇലിയോസ്റ്റോമി കോക്ക് പ്രൊസീജിയർ, സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് അത് ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ കോണ്ടിനെൻ്റ് ഇലിയോസ്റ്റോമി മാത്രമേ പെർഫോം ചെയ്തിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി ഇസ് 44310, ദാറ്റ് ഈസ് ഇലിയോസ്റ്റോമി ഓർ ജിജിനോസ്റ്റോമി, നോൺ ട്യൂബ് ആണ്. സോ അതെല്ലാം നമുക്ക് വേണ്ടത്. ഇനി ഓപ്ഷൻ സിയിൽ 44316ൻ്റെ കൂടെ 44320 കൊടുത്തിട്ട് കാണാം. 44320 എന്ന് പറയുന്നത് കോളോസ്റ്റോമിയോ സ്കിൻ ലെവൽ സീക്കോസ്റ്റോമിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 44316 എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. വേറൊരു പ്രൊസീജിയറിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ അത് ബണ്ടിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 44799 ആണ്. ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് പ്രൊസീജിയർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമുക്ക് അൺലിസ്റ്റഡ് പ്രൊസീജിയർ ഒന്നുമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, 44316, ദാറ്റ് ഈസ് കോണ്ടിനെൻ്റ് ഇലിയോസ്റ്റോമി.